ആ മലരായി കതിരായി പനിനീർ കണമായി കുളിരണിയും സുകൃതം മലയാളം. മലയാളം നോവലിന്റെ പിറവിയെക്കുറിച്ചുള്ള ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പസിൽ തരാം. സ്ക്രീനില് 5 നോവലുകളുടെ പേരുകളുണ്ടല്ലേ? സുകുമാരി, സരസ്വതി വിജയം, പരിഷ്കാര വിജയം, പുല്ലേലി കുഞ്ചു, പിന്നെ മീനാക്ഷി. ഇവയെല്ലാം ആദ്യകാല നോവലുകളാണ്. ഇവ പ്രസിദ്ധീകരിച്ച വർഷത്തിന്റെ അടിസ്ഥാനത്തില് ഒന്ന് ക്രമത്തിൽ വെക്കാൻ ശ്രമിച്ചു നോക്കൂ. ഏതായിരിക്കും ആദ്യം വന്നത്, ഏതായിരിക്കും അവസാനം? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി. അപ്പോ നിങ്ങളുടെ ഊഹം ശരിയായിരുന്നോ? നമുക്ക് നോക്കാം. ഇതാ ശരിയായ ക്രമം. കൂട്ടത്തിൽ ആദ്യത്തേത് 1882 വന്ന പുല്ലേലി കുഞ്ചുവാണ്. അതിനുശേഷം മീനാക്ഷി, സരസ്വതി വിജയം, സുകുമാരി, അവസാനം 1906 പരിഷ്കാര വിജയം. പക്ഷെ ശരിക്കും രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മലയാള നോവലിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഈ ലിസ്റ്റിലെ ആദ്യത്തെ പുസ്തകത്തിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിൽ സ്വന്തമായി നോവലുകൾ ഉണ്ടാകുന്നതിനു മുൻപ് നമ്മൾ ഈയൊരു സാഹിത്യരൂപത്തെ പരിചയപ്പെടുന്നത് തന്നെ മറ്റു ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങളിലൂടെയാണ്. ഈ വിവർത്തനങ്ങളുടെ കാലഘട്ടമാണ് സത്യത്തിൽ മലയാള നോവലിനു വേണ്ട അടിത്തറ പാകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഈ കാണുന്നത്: പരദേശി മോക്ഷയാത്ര, ഫുൽ മോനി എന്നും കുരുണ എന്നും പിന്നെ ഘാതകവധം. 1847 വന്ന പരദേശി മോക്ഷയാത്ര ഇംഗ്ലീഷിലെ ദി പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന പുസ്തകത്തിന്റെ പരിഭാഷയായിരുന്നു. അതൊരു ആത്മീയ യാത്രയുടെ കഥയാണ്. മനുഷ്യന്റെ ജീവിതത്തെ ഒരു തീർത്ഥാടനമായി കാണുന്ന പുസ്തകം കഥ പറച്ചിലിന്റെ ഒരു പുതിയ ലോകം തന്നെ മലയാളികൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തു. പിന്നെ ഒരു 11 വർഷം കഴിഞ്ഞ് 1858 ഫുൽമോണി എന്നും കോരുണയെന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നൊരു ബംഗാളി നോവൽ മലയാളത്തിലേക്ക് വന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം പറഞ്ഞ ഈ കഥ ഒരുപക്ഷേ നോവൽ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന രൂപത്തോട് ഏറ്റവും അടുത്തുനിന്ന ആദ്യത്തെ പുസ്തകമായിരിക്കാം. പിന്നീട് വന്ന ഘാതകവധം പോലുള്ള കൃതികളും ഈ പുതിയ സാഹിത്യശാഖയ്ക്ക് കൂടുതൽ പ്രചാരം നൽകി. അങ്ങനെ ഈ വിവർത്തനങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നും പ്രചോദനത്തിൽ നിന്നും മലയാളി എഴുത്തുകാർ സ്വന്തമായി കഥകൾ എഴുതാൻ തുടങ്ങി. അവർക്ക് ചുറ്റുമുള്ള ജീവിതത്തെ, അവരുടെ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കഥകൾ. അതോടെ മലയാള നോവലിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റിലെ ആദ്യത്തെ പുസ്തകം ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലിക്കുഞ്ച് ഒരു വലിയ നാഴികക്കല്ല് തന്നെയായിരുന്നു. ഇത് 1882 പുസ്തകമാവുന്നതിനു മുൻപ് 1860കളിൽ തന്നെ ജ്ഞാനനിക്ഷേപം എന്ന മാസികയിൽ ഭാഗമായി വന്നിരുന്നു. കേരളത്തിലെ അന്നത്തെ സാമൂഹിക അവസ്ഥകളും പ്രത്യേകിച്ച് കീഴാളരായി കണക്കാക്കപ്പെട്ടിരുന്നവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു ഇതിന്റെ വിഷയം. പുല്ലേലിക്കുഞ്ചുവിന്റെ ചരിത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിലെ ദലിത് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ സാഹിത്യരചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ജാതിവ്യവസ്ഥ, വിഗ്രഹാരാധന തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ പ്രാധാന്യമൊക്കെ ഇതിൽ കടന്നുവരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഇതിനൊരു കെട്ടുറപ്പുള്ള കഥയുടെ രൂപം കുറവായിരുന്നു എന്ന് ചില വിമർശകർ പറയാറുണ്ട്. പക്ഷേ അതിന്റെ പ്രാധാന്യം അതല്ല. അതുവരെ സാഹിത്യത്തിൽ ആരും കേൾപ്പിക്കാതിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ചു എന്നതാണ് ഈ കൃതിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 1887 വന്നു അപ്പുനെടുങ്ങാടിയുടെ കുന്തലത. മലയാള നോവലിന്റെ വളർച്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിരുന്നു ഇത്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നുവെന്നറിയാമോ? പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ലാത്തവർക്കും പ്രത്യേകിച്ച് മറ്റ് ജോലികളൊന്നുമില്ലാതെ സമയം കളയുന്ന സ്ത്രീകൾക്കും ദോഷകരമല്ലാത്ത ഒരു വിനോദം നൽകുക എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിരി വരും. പക്ഷെ അന്നത്തെ സമൂഹത്തിൽ വായനയെയും സ്ത്രീകളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. അതിനുശേഷമാണ് ആ ചരിത്ര നിമിഷം വരുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന്റെ തലവര തന്നെ മാറ്റിക്കുറിച്ച് പിന്നീട് വന്ന നോവലുകൾക്കെല്ലാം ഒരു അളവുകോലായി മാറിയ ആ ഒരൊറ്റ പുസ്തകം വന്നു. ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇന്ദുലേഖയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്: ലക്ഷണയുക്തമായ നോവൽ. എന്താണിതിന്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ, ഒരു നോവലിനു വേണ്ട എല്ലാ ചേരുവകളും ശരിയായ അളവിൽ ചേർത്ത ആദ്യത്തെ മലയാള നോവൽ.
അതായത് ഒരു കെട്ടുറപ്പുള്ള കഥ, വ്യക്തമായൊരു തുടക്കവും ഒടുക്കവും, ഓർമ്മയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ, സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം, ഇങ്ങനെയെല്ലാം തികഞ്ഞ ആദ്യത്തെ കൃതി. അതുകൊണ്ട് തന്നെ ഇന്ദുലേഖ ഒരു നോവൽ മാത്രമല്ല, ഒരു നോവൽ എങ്ങനെയായിരിക്കണമെന്നതിന് ഒരു മാതൃക കൂടിയായി മാറി. ഇന്ദുലേഖയുടെ സ്വാധീനം എത്രത്തോളം വലുതായിരുന്നു എന്ന് ഈ കണക്ക് കണ്ടാലറിയാം. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ആദ്യം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരും തയ്യാറായില്ല. അവസാനം ചന്തുമേനോൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്താണ് ഇത് പ്രിന്റ് ചെയ്തത്. പക്ഷെ സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു. പുസ്തകമിറങ്ങി വെറും 3 മാസത്തിനുള്ളിൽ ആദ്യത്തെ എഡിഷൻ മുഴുവൻ വിറ്റുതീർന്നു. 1889-നും 2014-നും ഇടയിൽ 1.5 ലക്ഷത്തിലധികം കോപ്പികളാണ് അച്ചടിക്കപ്പെട്ടത്. അതിന്റെ ജനപ്രീതിക്ക് ഇതിലും വലിയൊരു തെളിവ് വേണ്ടല്ലോ. ഇന്ദുലേഖയുടെ ആ ഒരു ഭയങ്കര വിജയത്തിനു ശേഷം പിന്നൊരു ഒഴുക്കായിരുന്നു. എഴുത്തുകാർക്ക് വലിയൊരു ധൈര്യവും പ്രചോദനവുമായി അത് മാറി. നോവൽ എന്ന രൂപം ഉപയോഗിച്ച് പലതരം കഥകൾ പറയാം എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ മലയാള നോവൽ എന്ന സാഹിത്യശാഖയുടെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു. ഇന്ദുലേഖ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത വർഷം 1890-ൽ സി ചന്തുനായരുടെ മീനാക്ഷി പുറത്തിറങ്ങി. അന്ന് മലയാള മനോരമയിൽ വന്ന ഒരു റിവ്യൂ ആണിത്. പുതിയൊരു നോവൽ വന്നാൽ ആളുകൾ അതിനെ ഇന്ദുലേഖയുമായിട്ടായിരുന്നു താരതമ്യം ചെയ്തിരുന്നത്. മീനാക്ഷിക്ക് അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അത് ഇന്ദുലേഖയോട് സാമ്യമുള്ളതാണെന്ന് നിരൂപകൻ പറയുന്നു. ഇത്തരം അനുകരണങ്ങൾ പോലും ഇന്ദുലേഖ ഉണ്ടാക്കിയ ഓളത്തിന്റെ തെളിവായിരുന്നു. ഇന്ദുലേഖ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ സി വി രാമൻപിള്ള നോവലിനെ തികച്ചും പുതിയൊരു വഴിക്ക് കൊണ്ടുപോയി. അദ്ദേഹം തിരിഞ്ഞത് ചരിത്രത്തിലേക്കായിരുന്നു. 1891-ൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായി മാറി. വേണാടിന്റെ ചരിത്രവും വീരനായകന്മാരും പ്രണയവും ചതിയും ദുരൂഹതകളുമെല്ലാം ചേർത്ത് സി വി ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു. അങ്ങനെ നോവലിനു മുന്നിൽ 2 വഴികൾ തുറന്നു: സാമൂഹിക നോവൽ, ചരിത്ര നോവൽ. അതേസമയം പോത്തേരി കുഞ്ഞമ്പുവിനെ പോലുള്ള എഴുത്തുകാർ നോവലിനെ ഒരായുധമായി തന്നെയാണ് കണ്ടത്. സാമൂഹിക പരിഷ്കരണത്തിനുള്ള ശക്തമായൊരു ഉപകരണം. തലശ്ശേരി കോടതിയിലെ ഒരു വക്കീലായിരുന്നതുകൊണ്ട് ജാതിയുടെ പേരിലുള്ള അനീതികൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സരസ്വതി വിജയം അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മാരഥൻ എന്നൊരു പുലയ യുവാവ് എല്ലാ കഷ്ടപ്പാടുകളെയും മറികടന്ന് ഒരു ജഡ്ജിയായി മാറുന്ന കഥ. അത് ജാതി വ്യവസ്ഥയുടെ മുഖത്തേറ്റൊരടിയായിരുന്നു. ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നറിയോ? ഒരു സാഹിത്യരൂപം തുടങ്ങി കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ കളിയാക്കിക്കൊണ്ടും പുസ്തകങ്ങൾ വരാൻ തുടങ്ങി. കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോന്റെ പറങ്ങോടി പരിണയം മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലായിരുന്നു. ഇന്ദുലേഖ, കുന്തലത, മീനാക്ഷി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ പേരിൽ നോവൽ ഇറക്കുന്ന ആ പുതിയ ട്രെൻഡിനെ കളിയാക്കുകയായിരുന്നു ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. ഒരു സാഹിത്യരൂപം എത്ര പെട്ടെന്നാണ് പക്വത നേടുന്നതിന്റെ തെളിവാണിത്. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മലയാള നോവലിന്റെ ജനനമെന്നത് വെറുമൊരു സാഹിത്യ സംഭവമായിരുന്നില്ല. അത് വിവർത്തനങ്ങളിൽ തുടങ്ങി പുല്ലേലിക്കുഞ്ചുവിലൂടെ കീഴാളരുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ശ്രമമായി, ഇന്ദുലേഖയിലൂടെ സാമൂഹിക പരിഷ്കരണത്തിനുള്ള ആഹ്വാനമായി, മാർത്താണ്ഡവർമ്മയിലൂടെ ചരിത്രബോധം ഉണർത്താനുള്ള ശ്രമമായി, ഒടുവിൽ പറങ്കോടി പരിണയത്തിലൂടെ സ്വയം വിവർഷനത്തിലേക്കും ആക്ഷേപഹാസ്യത്തിലേക്കും വരെ വളരെ പെട്ടെന്ന് വളർന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയിരുന്നൊരു സമൂഹത്തിന്റെ ഹൃദയമിടിപ്പുകൾ തന്നെയായിരുന്നു ഈ ആദ്യകാല നോവലുകൾ. അവ അന്നത്തെ കേരളത്തിന്റെ പ്രതീക്ഷകളും ആശങ്കകളും സ്വപ്നങ്ങളും ഒരുപോലെ നമ്മോട് പറയുന്നു.